എടാ ഇന്നലെ വന്ന അരോമ ബോട്ട് ക്ലബ്ബ് 1ാം സ്ഥാനം കൊണ്ടുപോയി. BBC ആണെ 7ാം സ്ഥാനത്ത് പോയി. പള്ളാത്തുരുത്തിയാണെ 4ാം സ്ഥാനം. എന്നെ ഈ വള്ളങ്ങളിലേക്ക് നടക്കുന്നേ. സോ ഗുഡ് ആഫ്റ്റർനൂൺ ഗൈസ്. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു വള്ളംകളി വ്ളോഗുമായിട്ട് വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ നെഹ്റു ട്രോഫി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു വള്ളംകളിക്ക് പോയിട്ടുമില്ല, വ്ളോഗ് ചെയ്തിട്ടുമില്ല. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വർഷത്തെ വള്ളംകളികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ചമ്പക്കുളം മൂലം ജലോത്സവം തുടങ്ങുകയാണെന്നല്ല, ഇന്നാണ് മൂലം ജലോത്സവം. അപ്പോൾ നമ്മൾ ഈ വർഷം സോ എക്സൈറ്റഡ് ആയിട്ട് അടുത്തൊരു വ്ളോഗുമായിട്ട് വള്ളംകളിക്ക് പോവുകയാണ്. അപ്പോൾ ഞാനുണ്ട്, തോമസ് ഉണ്ട്, നമ്മുടെ ജോമോൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തവണ നമ്മൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരും പല വഴിക്ക് പോയി, കുറച്ച് പേര് വരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാനും ജോമോനും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സങ്കടകരമായ കാര്യമുണ്ട്, അത് നമുക്ക് പോകുന്ന വഴിക്ക് പറയാം. അങ്ങനെ ഗൈസ്, എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മഴയില്ലാതൊരു വള്ളംകളി ഇല്ല, അത് പിന്നെ നമ്മൾ പ്രതീക്ഷ ഇറങ്ങത്തുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മള് നെടുമുടി എത്തി. ഇനി മുതൽ നമുക്ക് പയ്യെ ഓരോ വള്ളങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതും പരിപാടിയൊക്കെ കാണാൻ പറ്റും. ഇനി കുറച്ച് ദൂരങ്ങളേ ഉള്ളൂ, കുറച്ചധികം ദൂരമുണ്ട്. ഇതാണ് നെടുമുടി പാലം അല്ലേ? നമ്മുടെ ജോസ്മി ചേച്ചിയും കുട്ടപ്പനുമൊക്കെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് കേട്ടത്. അപ്പൊ ഇതാണ് ചുരുളം വള്ളം, കർണൻ എന്ന ചുരുളം വള്ളമാണിത്. നേത്രാൽ ബോട്ട് ക്ലബ്ബ്. അപ്പൊ ഗൈസ്, ഇപ്പൊ സമയം 2 മണിയായി. കറക്റ്റ് 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ വള്ളം ഓടിച്ച് നമ്മുടെ ട്രാക്കിന്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഈ ചമ്പക്കുളം മൂലം വള്ളങ്ങളുടെ ട്രാക്ക് എന്ന് പറയുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 1400, കറക്റ്റ് എനിക്കറിയത്തില്ല, അപ്രോക്സിമേറ്റ് ഒരു 1400 മീറ്റർ ദൂരമുണ്ട് ഈ ട്രാക്കിന്. അപ്പൊ ഇവിടുന്നാണ് നമ്മുടെ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മളിപ്പം നമ്മുടെ വള്ളം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാം. നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ നമ്മൾ അന്ന് ഇറക്കുന്ന കാണാൻ പോയ ചെറുതന ചുണ്ടൻ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇത്തവണ നമ്മുടെ അവിടുത്തെ എബി മാത്രമേ തുഴയുള്ളൂ. എബി തുഴയുന്നത് ഈ വള്ളത്തിലാണ്. നമ്മുടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് കറക്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ബിഷപ്പ് കുര്യാളശ്ശേരി മെമ്മോറിയൽ സ്കൂളുണ്ട്. ആ സ്കൂളിന്റെ നേരെയാണ് നമ്മുടെ ഈ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. അപ്പൊ നമ്മളിപ്പോ ആക്ച്വലി സ്റ്റാർട്ടിംഗ് പോയിന്റ് കൂടെയാണ് നമ്മുടെ വള്ളം പോകുന്നത്. അപ്പൊ ഗൈസ്, ഇപ്പൊ ഈ കിടക്കുന്ന വള്ളം നമ്മുടെ നടുഭാഗം വള്ളമാണ്. പുന്നമട ബോട്ട് ക്ലബാണ് ഈ വള്ളത്തിൽ തുഴയുന്നത്. അപ്പം അവര് വള്ളത്തിലായിട്ട് പയ്യെ കയറുന്ന പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. രസമല്ലേ നടുഭാഗം വള്ളം കിടക്കുന്ന കാണാനായിട്ട്? അപ്പൊ നമ്മുടെ 1ാം പങ്കായം കയറി, 1ാം തുഴ കയറി, അതിനുശേഷം നമ്മുടെ ഇടിയനും കയറി. ഇനിയാണ് ബാക്കി തുഴച്ചിൽക്കാരെല്ലാം ഈ വള്ളത്തിൽ കയറുന്നത്. ഇത് കൊമരകം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ശ്രീവിനായകം വള്ളമാണ് ഈ കിടക്കുന്നത്. അപ്പൊ അതെ, ഇവിടെ നമുക്ക് ഈ 2 സൈഡിലും ഓരോരോ വള്ളങ്ങൾ അവിടെ ഇവിടെ ആയിട്ട് കിടക്കുന്നതാണ്. ഇവിടെ ഒരു വെപ്പ് വള്ളം കിടപ്പുണ്ട്, ന്യൂക്കാവാലം ബോട്ട് ക്ലബ്ബ്. വള്ളത്തിന്റെ പേര് ഞാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല, ചെറുതായിട്ട് എഴുതിയേക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ അരോമ ബോട്ട് ക്ലബ്ബ് തുഴയുന്ന അരോമ എന്ന് പറഞ്ഞ പുത്തൻ ചുണ്ടനാണ്. ഇവർ ആക്ച്വലി ഒരു പുതിയ ക്ലബ്ബും അതുപോലെ ഒരു പുതിയ വള്ളമായിട്ട് വന്നേക്കുവാണ്. ഈ വർഷമാണ് ഇവർ ആക്ച്വലി നമുക്ക് ആദ്യമായിട്ട് മത്സരത്തിന് ഇറങ്ങുന്നത്. അവിടെ നമുക്ക് ഈ വർഷം ഇവരുടെ ഇന്നത്തെ പെർഫോമൻസ്, ഇവരുടെ മുന്നോട്ടുള്ള കളികൾ നമുക്ക് വിലയിരുത്താൻ പറ്റുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ അരോമ വള്ളം. ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ചമ്പക്കുളം പള്ളിയുടെ നേരെയാണ്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ആറിനൊരു ചെരുവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ട്രാക്കിൽ, അതായത് ചമ്പക്കുളം ജലോത്സവത്തിൽ 1ാം ട്രാക്കിൽ തുഴയുന്ന വള്ളങ്ങൾക്ക് ഇവിടെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു മെറിറ്റ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും ആൾക്കാർക്ക് ഇവിടെ നമുക്ക് ടൈമിങ്ങിന്റെ കളി അല്ലാത്തതുകൊണ്ട് എപ്പോഴും ആൾക്കാർ ഇവിടെ 1ാം ട്രാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, ലൈക്ക് അത് കിട്ടുന്നിടത്ത് ആ വള്ളത്തിന് നമുക്ക് ഇതിന്റെ അത്രയും തുഴയേണ്ടി വരത്തില്ല. അപ്പം 1ാം ട്രാക്ക് എപ്പോഴും ഒരു മെറിറ്റ് ആണ് ഇവിടെ. അപ്പൊ ഇതാണ് നമ്മുടെ ചമ്പക്കുളം പാലം. അപ്പം കുറേയേറെ ആൾക്കാർ, കുറേയേറെന്നല്ല, ഇവിടെ തുഴയാൻ വരുന്നവർക്ക്, മത്സരം നടത്തുന്നവർക്ക് അല്ല ഈ ട്രാക്കിന്റെ ഒരു പ്രശ്നം. അതായത് 1ാം ട്രാക്കിൽ തുഴയുന്ന വള്ളത്തിന് എപ്പോഴും കുറച്ച് തുഴഞ്ഞാൽ മതി എന്നുള്ളൊരു പ്രശ്നം അറിയാം. എങ്കിൽ പോലും അതിനൊരു പരിഹാരം കാണാൻ ഇവിടെ ആരും ശ്രമിക്കുന്നില്ല. അപ്പൊ ഇനിയുള്ള വരും വർഷങ്ങളിലെങ്കിലും ഒക്കെ അതിന് പരിഹാരം ഉണ്ടാവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ള വള്ളംകളികളൊക്കെ വെച്ച് നമ്മുടെ CBL ആണെങ്കിലും നെഹ്റു ട്രോഫി കാണാനും എല്ലാത്തിനും നമുക്ക് ടൈമിങ്ങിന്റെ കളിയാണ്. പക്ഷെ ഇവിടെ മാത്രമാണ് നമുക്ക് ഹീറ്റ്സിൽ ജയിക്കുന്ന ആൾക്കാർ ഫൈനലിലേക്ക് വരുന്ന ഒരു സിസ്റ്റം ഉള്ളത്. അപ്പൊ അതുകൂടെ മാറ്റി കഴിഞ്ഞാൽ ചമ്പക്കുളം വള്ളങ്ങളെ നമുക്ക് കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിട്ട് നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഗൈസ്, ഇതാണ് നമ്മുടെ ഫിനിഷ് ലൈന്. അവിടുന്ന് തുഴഞ്ഞ് ഇവിടെ ആദ്യം എത്തുന്ന വള്ളമായിരിക്കും ഇവിടെ ജയിക്കാൻ പോകുന്നത്. ഹീറ്റ്സിലാണെങ്കിലും ഫൈനലിലാണെങ്കിലും. അപ്പം ഇവിടെയാണ് നമ്മുടെ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ്സ് ഒക്കെ ഇരിക്കുന്ന പവലിയൻ. അപ്പൊ ഇതാണ് നമ്മുടെ ഫിനിഷ് ലൈൻ. ഇവിടെ ഫിനിഷിംഗ് ട്രാക്കിന്റെ അടുത്തായിട്ട് നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന ആയാപറമ്പ് വലിയ ദിവാഞ്ചി ചുണ്ടൻ കിടപ്പുണ്ട്. അതുപോലെ അവിടുത്തെ ടീമൊക്കെ അവിടെ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവരിപ്പോ വള്ളത്തെ കയറി നമുക്ക് ഹീറ്റ്സ് തുടങ്ങുമ്പോഴത്തേക്കും തുഴയും. നമ്മളെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിൽ ഇവിടെ ഇതുപോലെ ഒരു തണലുള്ള ഏരിയ കിട്ടിയേ. പക്ഷെ ഈ കുരിപ്പുകള് തൊട്ടടുത്തൊരു വള്ളത്തെ വന്ന് അടുത്തിരുന്നോ.
ഇവിടെ ഒരു വള്ളത്തെ എടുത്തിട്ട് ചെവിതനെ ഏൽപ്പിക്കുന്ന മിക്കവാറും നമ്മൾ ഇവിടുന്ന് വേറെ വല്ല എടുത്തിട്ട് പോകും. വള്ളങ്ങൾക്ക് ഈ പേപ്പി ബഹിഷ്കരിക്കണം. അപ്പൊ അവിടുന്ന് പീപ്പി നിർത്തി. പക്ഷെ അപ്പൊ പാട്ട് കേൾക്കാൻ തുടങ്ങി. പക്ഷെ നമ്മളിപ്പോ തൽക്കാലം ഇവിടെ നമ്മുടെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചു. ഇത്തവണ നമുക്കുള്ള ഫുഡ് പൊറോട്ടയും ബീഫ് കറിയുമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ 3 നേരമേ ഉള്ളൂ. അപ്പൊ കുറച്ച് പൊറോട്ടയും കുറച്ച് ബീഫ് കറിയും നമുക്ക് കഴിച്ചിട്ട് ഇനി പരിപാടികളൊക്കെ തുടങ്ങാം. നമ്മുടെ പൊറോട്ടയും ബീഫും, നല്ല സ്വാദിഷ്ടമായ പൊറോട്ടയും ബീഫും ആണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഗൈസ്, നമ്മൾ നൈസായിട്ടൊന്ന് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ നേരെ നമ്മൾ ഫിനിഷിംഗ് പോയിന്റ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് മാസ് ഡ്രില്ലിനും അതേപോലെ ഉദ്ഘാടനത്തിനൊക്കെ ആയിട്ട് വള്ളങ്ങളെല്ലാം കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് മാറി ഫിനിഷിംഗിന്റെ അടുത്തായിട്ട് കിടക്കാനാണ് പ്ലാൻ ചെയ്തത്. ഇവിടെ കുറച്ച് തണൽ കണ്ടുകൊണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റിയ ആംബിയൻസ് ആയതുകൊണ്ട് ഇവിടെ നിർത്തിയ. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡൊക്കെ ഒന്ന് കഴിച്ചു സെറ്റ് ആക്കി കഴിയുമ്പോൾ അങ്ങോട്ട് പോവാം. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെയും പുറത്തോട്ട് കേൾക്കുവാണ്. കളി തുടങ്ങാണ്ട് ഇനി സമയം എടുക്കും. അവിടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇനി സമയം ഇഷ്ടംപോലെ എടുക്കും. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇറങ്ങി കിടക്കാം. ഒരു കമനീയമ കാഴ്ച. ഇതാണ് നമ്മുടെ എക്കാലത്തെ എതിരാളികളായ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും അവര് തുഴയുന്ന നമ്മുടെ ചമ്പക്കുളം ചുണ്ടനും. അതേപോലെ തന്നെ നമ്മുടെ തൊട്ടിപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ പുതിയ വള്ളം അരോമ ചുണ്ടനും അരോമ ബോട്ട് ക്ലബും. അതേപോലെ ഈ കിടക്കുന്നത് പുന്നമട ബോട്ട് ക്ലബും നടുഭാഗം ചുണ്ടനുമാണ്. ഇപ്പൊ നടുഭാഗം ക്ലബിന്റെ പേരിലാണ് ഇവർ തുഴയത്. മൊണ്ണിയൊക്കെ അവിടെ കിടപ്പെട്ട്. വള്ളങ്ങളെയൊക്കെ അപ്ഡേറ്റ് LED വാളൊക്കെ പരസ്യം വരാൻ തുടങ്ങി. കിടക്കും നമ്മുടെ പള്ളാത്തുരുത്തി. അപ്പൊ ഗൈസ്, നമ്മൾ നൈസായിട്ട് ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വള്ളം അടുപ്പിച്ചിട്ടിട്ടുണ്ട്. ഇവിടുന്ന് ആക്ച്വലി നമുക്ക് കുറച്ച് ദൂരേ ഉള്ളൂ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ്. അവിടെ ഫിനിഷിംഗ് പോയിന്റ് കിടക്കുന്നത്. ഓണത്തിനിടയ്ക്ക് പുട്ടുവച്ചടം. നമ്മൾ വള്ളങ്ങളിലിടയ്ക്ക് ഫുട്ബോളിൽ വേൾഡ് കപ്പായിട്ട് വന്നിട്ടുണ്ട്. ആ കോസ്റ്റ്യൂം എന്നാലും വളരെ മനോഹരമായിട്ടുണ്ട്. അവിടെ നമ്മുടെ മാസ്റ്ററിന് വേണ്ടിയിട്ട് ചുണ്ടൻവള്ളങ്ങളെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി മാസ്റ്ററിൽ കഴിഞ്ഞ് ചുണ്ടൻവള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകും. അവിടെ നിന്നാണ് പിന്നെ ഓരോ ഹീറ്റ്സ് ആയിട്ട് ഇങ്ങോട്ട് വരുന്നത്. ആ വള്ളത്തില് 2 പങ്കായക്കാർ വെള്ളത്തിൽ പോയി ഗൈസ്. പങ്കാവ് ഒടിഞ്ഞു പോടാ. ഇപ്പൊ പോയ അടിച്ചു പോയ വള്ളത്തില്ല 2 പങ്കായക്കാര് വെള്ളത്തിലും പോയി, ഒരു പങ്കാവ് ഒടിഞ്ഞും പോയി. ആ വള്ളം എന്തോ ഭാഗ്യത്തിന് മറ്റേ വള്ളത്തെ കുത്തിക്കാറില്ല, കറക്റ്റ് ഉള്ള നിർത്തി. ഹെവി റിസ്ക്. അപ്പൊ ഇപ്പൊ പോയത് നടുവിലെപ്പറമ്പിലാണ്. NCDC ആൻഡ് ഇമ്മാനുവൽ ബോട്ട് ക്ലബ്ബ്, ഈ 2 ക്ലബ്ബുകളൂടെ ചേർന്ന് തുഴയുന്ന നടുവിലെപ്പറമ്പിന്റെ പങ്കായക്കാരാണ് ഇപ്പൊ വെള്ളത്തിൽ പോയതും ഒടിഞ്ഞു പോയതും. അപ്പൊ ഗൈസ്, ഇപ്പൊ സമയം ഏകദേശം 3 മണിയായി. അപ്പം നമ്മുടെ മാസ് ഡ്രില്ല് പയ്യെ തുടങ്ങിയിട്ടുണ്ട്. നീ ഇപ്പൊ എപ്പോ കളി നടത്തി എപ്പോ ഫൈനൽ നടത്താനാ? അപ്പൊ അതാണ് നമ്മുടെ മാസ് ഡ്രില്ല്. അപ്പൊ നമ്മുടെ മാസ് ഡ്രില്ല് കഴിഞ്ഞിട്ട് നമ്മുടെ വള്ളങ്ങളെല്ലാം സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോവാ.
അങ്ങനെ കൃത്യം അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വള്ളങ്ങൾ അവിടുന്ന് ഹീറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്നാം ഹീറ്റ്സ് അവിടുന്ന് പയ്യെ തുടങ്ങിയെന്നാണ് കേട്ടത്. നമുക്ക് പക്ഷേ ഇവിടെ ഇത്രയും വള്ളങ്ങൾ കിടക്കുന്നതൊന്നും കാണാൻ പറ്റില്ല. ഈ ഒരു ഏരിയക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവിടെ നമുക്ക് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. അതേപോലെ ഈ വരുന്ന ഹീറ്റ്സിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഹീറ്റ്സ് ഫൈനൽ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഹീറ്റ്സാണ്. ഈ വരുന്ന 3 വള്ളങ്ങളും അത്ര അടിപൊളി പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള വള്ളങ്ങളാണ്. എന്നാലും നമുക്ക് ഹീറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് നമ്മുടെ ഹീറ്റ്സ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഹീറ്റ്സിൽ നമ്മുടെ അരോമ ബോട്ട് ക്ലബിന്റെ അരോമ ചുണ്ടനും അതേപോലെ നമ്മുടെ VBCയുടെ ചെറുതല ചുണ്ടനും പള്ളാത്തുരുത്തി തുടങ്ങുന്ന ചമ്പക്കുളം ചുണ്ടനുമാണ് വരുന്നത്. ഈ ഹീറ്റ്സ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ പോലെ തന്നെ നമുക്ക് അത്രയും ടഫ് ആയിട്ടുള്ള ഹീറ്റ്സ് ആയിരിക്കും. ഈ ഹീറ്റ്സിൽ ജയിക്കുന്ന ടീമിന് ഫൈനൽ നമുക്കൊരു 80% പ്രതീക്ഷ പറയാൻ പറ്റും. അപ്പൊ നമ്മൾ ലൈവ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതുവരെ മനസ്സിലാവുന്നത് അരോമയാണ് ഏറ്റവും മുന്നിൽ കിടക്കുന്നത്. അതിന് തൊട്ടുപുറകില് നമ്മുടെ പള്ളാത്തുരുത്തിയും അതിന് ശേഷമാണ് VBC വന്നേക്കുന്നത്. അപ്പൊ ഇപ്പം അരോമയാണ് മുന്നിൽ. നമുക്ക് ഇവിടെ എത്തുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ VBC അതായത് പള്ളാത്തുരുത്തി ഫിനിഷിംഗ് ടച്ച് അതൊരു അടിപൊളി ടച്ച്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എത്തുമ്പോഴേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതിന്റെ ഇടയ്ക്കൂടെ വരുന്നുണ്ടോ അരോമയാണോ മുന്നിൽ വരുന്നത്. തൊട്ടുപുറകിൽ നമ്മുടെ VBC ഉണ്ട്. അരോമയാണോ VBC ആണോ നമുക്ക് നോക്കിയിരുന്നാലേ മനസ്സിലാകത്തുള്ളൂ. അത്രയും നല്ല ഫിനിഷാണ്. നമുക്ക് ഇവിടുന്ന് കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നത്. ലൈവ് കാണുന്നവർക്ക് എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ അരോമയാണ് മുന്നിലായിട്ട് തോന്നിയത്. വരുന്ന കണ്ടാൽ മനസ്സിലാവും. ഓ ശർമ്മനെ തിരിഞ്ഞു നോക്കി. അതാ ശർമ്മനെ തിരിഞ്ഞു നോക്കൽ. അരോമ തന്നെയാണ് മുന്നില്. ഇതാണ് കറക്റ്റ്. ഇത്ര മുന്നിലാണ് അരോമ. എടാ പങ്കാക്കാരെന്തിയാ? അപ്പൊ ഗൈസ് നമ്മുടെ ഒന്നാമത്തെ ഹീറ്റ്സ് കഴിഞ്ഞു. അപ്പോഴേക്ക് ഒന്നാമത്തെ ഹീറ്റ്സിൽ 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് അരോമ ബോട്ട് ക്ലബും അരോമ ചുണ്ടനുമാണ്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും അതേപോലെ നമ്മുടെ VBCയും ചേർന്നനെയും ഫിനിഷ് ചെയ്തിരിക്കുന്നത് 3ാം സ്ഥാനത്താണ്. അതേപോലെ ഇങ്ങനെ എത്തിയപ്പോഴത്തേക്കും നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബിന്റെ 2 പങ്കായക്കാരെ കാണുന്നില്ല. ബാക്കി എന്താണോ നമുക്ക് ലൈവ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. വളരെ വെറൈറ്റി ആയിട്ടുള്ളത്. അയ്യോ വള്ളം പറഞ്ഞു ഡാർക്ക്. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ ഹീറ്റ്സ് കഴിഞ്ഞു. ഒരു വള്ളവും മുങ്ങി. നമുക്കിനി 2ാമത്തെ ഹീറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒടുക്കത്തെ വെയിലാണ് കണ്ടോ, നിൽക്കാൻ പറ്റാത്ത വെയിലാണ്. അപ്പൊ ഗൈസ് നമ്മുടെ 2ാമത്തെ ഹീറ്റ്സ് തുടങ്ങി. നടുവാണ് വരുന്നത്. നടുവല്ലേ അല്ലടാ ഇപ്പഴ വരുന്നോട്ടാ. അപ്പൊ ഗൈസ് നടുഭാഗമാണ് ആ പോകുന്നത്. നടുഭാഗമാണ് ഇപ്പൊ 2ാമത്തെ ഹീറ്റിൽ ലീഡ് ചെയ്തത്. ഈ വരുന്ന നീളമാണ് നടുഭാഗം. അങ്ങനെ നമ്മുടെ നടുഭാഗം ബോട്ട് ക്ലബും നിരണം ബോട്ട് ക്ലബും ആണ് 2ാമത്തെ ഹീറ്റിൽ തുഴഞ്ഞത്. അതില് നടുഭാഗം ബോട്ട് ക്ലബിന്റെ വള്ളമാണ് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. അപ്പം നടുഭാഗം ബോട്ട് ക്ലബിന്റെ വള്ളം നേരെ നമ്മുടെ ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ അടുത്ത 3ാമത്തെ ഹീറ്റ്സ് ആണ്. ഇനി 2 വള്ളങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ 3ാമത്തെ ഹീറ്റ്സും തുടങ്ങിയിട്ടുണ്ട്. ഈ ഹീറ്റ്സിൽ ശ്രീവിനായകനും അതേപോലെ നടുവിലെ പറമ്പിനുമാണ്. അപ്പൊ നമ്മുടെ 2ാം ട്രാക്കിൽ കിടക്കുന്ന വള്ളമാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. നടുവിലെ പറമ്പിലാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അപ്പൊ ഒരു വള്ളപ്പാടിന് ഇപ്പൊ മുന്നിൽ, മറ്റേ വള്ളം അവിടെ ആയതേ ഉള്ളൂ. ഒരു വള്ളപ്പാട് മുന്നിലെ നടുവിലെ പറമ്പാൻ ഫിനിഷ് ചെയ്യും. NCDCയും അതേപോലെ ഇമ്മാനുവൽ ബോട്ട് ക്ലബ് IBCയും ചേർന്ന് തുടങ്ങുന്ന നടുവിലെ പറമ്പിലാണ് അപ്പൊ ഈ ഹീറ്റ്സിൽ 1ാമതായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുന്നത്.
അങ്ങനെ നമ്മുടെ ഫൈനലിലേക്കുള്ള 3 വള്ളങ്ങളെ നമ്മുടെ 3 ഹീറ്റ്സ് കഴിഞ്ഞപ്പോൾ സെലക്ട് ആയിട്ടുണ്ട്. ഒന്നാമത്തെ ഹീറ്റ്സിൽ നിന്നും അരോമയും, രണ്ടാമത്തെ ഹീറ്റ്സിൽ നിന്ന് നടുഭാഗവും, അതേപോലെ ഇപ്പോൾ മൂന്നാമത്തെ ഹീറ്റ്സിൽ നിന്ന് നടുവിലെ പറമ്പ്, അങ്ങനെ 3 വള്ളങ്ങളായിരിക്കും ഫൈനലിൽ വരുന്നത്. പിന്നെ കുറച്ചധികം നേരത്തേക്ക് നമുക്ക് പോസ്റ്റ് ആയിരിക്കും, മറ്റേ ഈ ചെറുവള്ളങ്ങളുടെ ഒക്കെ ഫൈനലും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ഇവിടെ കുറച്ച് നേരം കഴിഞ്ഞ് കുറച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കാം, എന്നിട്ട് നമുക്ക് ഫൈനൽ തുടങ്ങുമ്പോഴത്തേക്ക് എത്താം. നമ്മുടെ ചെറുവള്ളങ്ങളുടെ ഫൈനലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം വെപ്പാണ് വരുന്നത്. വെപ്പ് എ ഗ്രേഡ് ആണോ ബി ഗ്രേഡ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇപ്പൊ വരുന്ന വെപ്പ് വള്ളങ്ങളാണ്. അപ്പം ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത് കൊണ്ടക്കൽ ബോട്ട് ക്ലബിന്റെ വള്ളമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മുടെ ലൂസേഴ്സ് ഫൈനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലൂസേഴ്സില് വില്ലേജ് ബോട്ട് ക്ലബിലെ നമ്മുടെ ചെറുതല ചുണ്ടനാടി പോകുന്നത്. ഇവിടെ ഇപ്പൊ മൊത്തം പാട്ടും ബഹളമായി. കേൾക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഞാൻ പറയുന്നതൊക്കെ മൊത്തം പാട്ടായി. അപ്പൊ നമ്മുടെ ലൂസേഴ്സ് ഫൈനലായി നടക്കുന്നത് നമ്മുടെ പള്ളാത്തുരുത്തി കഴിയുന്ന ചമ്പക്കുളം വള്ളവും അതേപോലെ നിരണം ബോട്ട് ക്ലബിലെ വള്ളവുമാണ് ഇപ്പൊ കയറി പോകുന്നത്. പള്ളാത്തുരുത്തിയാണ് ഇപ്പൊ ലീഡ് ചെയ്യുന്നത്. ഇപ്പൊ കഴിഞ്ഞത് ലൂസേഴ്സ് ഫൈനലാണ്. കഴിഞ്ഞില്ല, ഒരു വള്ളം കൂടെ വരുന്നുണ്ട്. അവരിവിടെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിയുമെന്ന് പറയാം. അപ്പൊ ഇപ്പൊ കഴിഞ്ഞത് ലൂസേഴ്സ് ഫൈനലാണ്. എന്ന് വെച്ചാൽ ഹീറ്റ്സിൽ സെക്കൻഡ് വന്ന 3 വള്ളങ്ങൾ, അതായത് നമ്മുടെ PBC തുഴയുന്ന ചമ്പക്കുളം, നമ്മുടെ നിരണം ബോട്ട് ക്ലബ്ബ് തുഴയുന്ന വലിയ ദിവാഞ്ചി, അതേപോലെ KTBC തുഴയുന്ന ശ്രീവിനായകൻ, ഈ 3 വള്ളങ്ങളായിരുന്നു നമ്മുടെ ലൂസേഴ്സ് ഫൈനലിൽ തുഴഞ്ഞത്. അതില് നമ്മുടെ ചമ്പക്കുളം, അതായത് പള്ളാത്തുരുത്തി തുഴഞ്ഞ ചമ്പക്കുളമാണ് ജയിച്ചിരിക്കുന്നത്. അപ്പം 4ാം സ്ഥാനത്തേക്ക് പള്ളാത്തുരുത്തി തുഴഞ്ഞ ചമ്പക്കുളം എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈനലാണ് വരാൻ പോകുന്നത്. 1, 2, 3 സ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫൈനൽ മത്സരം. നമ്മുടെ ഫൈനൽ വള്ളങ്ങൾ വന്നു. ഇപ്പൊ പാലം കഴിഞ്ഞ് എത്തി. ഇതുവരെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ലീഡ് ചെയ്യുന്നത് അരോമ തന്നെയാണ്. തൊട്ടുപുറകെ നടുഭാഗമുണ്ട്. അരോമയുടെ തൊട്ടുപുറകെ നടുഭാഗമുണ്ട്. അരോമയാ. അപ്പൊ നമ്മുടെ ഫൈനലില് അരോമ തന്നെ കപ്പടിക്കും, ഉറപ്പ്. ഏകദേശം ഇപ്പൊ ഒരു 3/4 വള്ളപ്പാടിന് വ്യത്യാസമുണ്ട്. ഒരു വള്ളപ്പാട്. അപ്പൊ ഈ വരുന്നത് നടുവിലെ പറമ്പലും കൂടെ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാല് നമ്മുടെ ഈ വർഷത്തെ ചമ്പക്കുളം മൂലം ജലോത്സവം കഴിയും. നമ്മുടെ ഈ വർഷത്തെ ലാസ്റ്റത്തെ ഫൈനലാണ് നടക്കുന്നത്. നടുവിലെ പറമ്പിനോട് ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്കും 1, 2, 3 സ്ഥാനങ്ങൾ അങ്ങനെ പൂർത്തിയാവും. അപ്പം നമ്മുടെ ഈ വർഷത്തെ ചമ്പക്കുളം മൂലം ജലോത്സവത്തില് ഒരു വള്ളപ്പാടിന് നടുവിലെ പറമ്പിനെയും നടുഭാഗത്തെയും തോൽപ്പിച്ചുകൊണ്ട് അരോമ ബോട്ട് ക്ലബിന്റെ അരോമ ചുണ്ടൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ വില്ലേജിന്റെ പിള്ളേരാണ് അങ്ങ് തൊട്ട് ഇങ്ങ് വരെ ഇരിക്കുന്നതെങ്കിലും അവര് അരോമ ക്ലബ്ബായിട്ട് പുതിയ ക്ലബ്ബ് ഫോം ചെയ്ത് പുതിയ ചുണ്ടൻ ഇറക്കി നല്ലൊരു അടിപൊളി ഒരു പ്ലേ തന്നെയാണ് കാഴ്ചവെച്ചത്. നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു 1ാമത്തെ ഹീറ്റ്സിൽ ആര് കപ്പടിക്കുന്നു, അതായത് 1ാമത്തെ ഹീറ്റ്സിൽ നിന്ന് ആർക്ക് ഫൈനലിലേക്ക് സെലക്ഷൻ കിട്ടുന്നു അവര് തന്നെ ഫൈനലിലും കപ്പടിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ചമ്പക്കുളം ജലോത്സവം ഇവിടെ അവസാനിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോ നമ്മുടെ സമ്മാനദാനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ പക്ഷേ അതിന് മുമ്പ് നമ്മള് ഇവിടുന്ന് പയ്യെ ഇറങ്ങും. ഇനി ഇവിടെ തിരക്കാവുന്നതിന് നമുക്ക് പയ്യെ വിടണം. അപ്പം അങ്ങനെ നമ്മുടെ വിശേഷങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അങ്ങനെ ഇപ്പൊ നമ്മുടെ കമ്പക്കുളം മൂലവള്ളങ്ങളിൽ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ഇവിടെ ഭയങ്കര ഒഴുക്കായിരുന്നു. വെച്ചാൽ ഈ അമ്പയർ, പോലീസ്, അതേപോലെ ഈ ചില ക്ലബുകളിലെയൊക്കെ പേരിൽ വന്ന സ്പീഡ് ബോട്ടുകൾ, സ്പെഷ്യൽ ബോട്ടുകൾ, ഇവന്മാരെല്ലാം കൂടി ഈ ആറ്റി കിടന്നിട്ട് ഒരുമാതിരി മത്സരമുണ്ട്, ഒരുമാതിരി വൃത്തികെട്ട പരിപാടി. ഈ കൊച്ചു വള്ളങ്ങൾക്ക് ഒരു വിധത്തിലും പോകാൻ പറ്റാത്ത വിധത്തിൽ അഹങ്കാരം കാണിച്ചുകൊണ്ട് തോട്ടിക്കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത്ര നേരം ഇവിടെ ഭയങ്കര സീനായിരുന്നു. നമുക്ക് വള്ളം ഓടിക്കാൻ ഭയങ്കര ടാസ്ക് ആയിരുന്നു. ഇപ്പൊ പിന്നെ കുഴപ്പമില്ല, ചെറിയ ഓളമൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ നമ്മുടെ നല്ലൊരു വള്ളങ്ങളുടെ ഈവനിങ്ങിൽ നമ്മൾ നമ്മുടെ ബാക്കി വന്ന പൊറോട്ടയൊക്കെ കഴിച്ചുകൊണ്ടാ ഇവിടെ ആറിന്റെ സൈഡിൽ കിടക്കുകയാണ്. അപ്പൊ ഇതുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ വള്ളം കളികൾക്ക് തുടക്കം ഇട്ടുകൊണ്ട് ചമ്പക്കുളം മൂലം ജലോത്സവം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വിജയികളായ അരോമ ബോട്ട് ക്ലബിന് കൺഗ്രാജുലേഷൻസ്. അതേപോലെ ഇന്ന് വിജയത്തിലേക്ക് എത്താൻ പറ്റാഞ്ഞ BBC, PBC, അതേപോലെ പുന്നമട എന്നീ വള്ളങ്ങൾക്കും ക്ലബ്ബുകൾക്കും ഒക്കെ നിങ്ങൾ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ നിങ്ങളോട് എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വ്ളോഗുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ വള്ളംകളി വ്ളോഗുകളിൽ നിങ്ങൾ കേട്ട UBC, അപ്പ UBC എന്ന പേര് ഇത്തവണ നിങ്ങൾ ഈ വ്ളോഗിൽ ഒരു സ്ഥലത്ത് പോലും കേട്ടിട്ടുണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ UBCക്ക് വേണ്ടിയുള്ള ആരവങ്ങളും ആർപ്പുളികളും ഒന്നും നിങ്ങൾ ഇന്നത്തെ വ്ളോഗിൽ കേട്ടിട്ടുണ്ടാവില്ല. അതിന് കാരണഭൂതരായ രക്ഷകരായിട്ട് അവതരിച്ച് UBCനെ ഈ നിലയിലേക്ക് എത്തിച്ച എല്ലാവരോടും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കാലം ഇതിന് കണക്ക് ചോദിക്കാതെ പോകത്തില്ല. UBCനെ ഈ നിലയിലേക്ക് എത്തിച്ച എല്ലാവരും ഇതിന് ഉത്തരം പറഞ്ഞിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പം അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വള്ളംകളി വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ, ഇനി വരുന്ന വർഷങ്ങളിൽ അപ്പ UBC എന്ന് ഉറച്ച വിശ്വാസത്തോടെ, ആത്മവിശ്വാസത്തോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സങ്കടമുണ്ട് UBC ഇല്ലാത്തതുകൊണ്ട്. ഈ സീസണിൽ ഒരു കളിക്ക് പോലും UBC ഇല്ലാന്ന് ആലോചിക്കുമ്പോൾ തന്നെ സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വ്ളോഗ് ഭയങ്കര ഒരു സൈലന്റ് ആയിട്ടുള്ള വ്ളോഗായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പം UBC എന്ന് വിളിക്കാതെ നമ്മുടെ UBCയിലെ പിള്ളേരെ കാണാതെ, വള്ളത്തെ കാണാതെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള വ്ളോഗായിട്ട് എനിക്ക് തോന്നി, സിമ്പിൾ ആയിട്ടുള്ള വ്ളോഗായിട്ട് തോന്നി. സാരമില്ല, നമ്മുടെ ക്ലബ്ബ് ഇതിലും നല്ല രീതിയിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗ് നമ്മളിവിടെ എൻഡ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. ഇതുപോലത്തെ അടിപൊളി വ്ളോഗുകൾ, കുട്ടനാടൻ കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്ര നാളുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ടാറ്റ.